ഈ ലവ് ജിഹാദ് ഉണ്ട് എന്നും ഇല്ലെന്നും വാദിക്കുന്നവരുണ്ട് എന്ന് താങ്കൾ പറഞ്ഞല്ലോ. ഈ രണ്ടു കൂട്ടർക്കും ഒരു വിഷയത്തിലാണ് ആദ്യ ക്ലാരിറ്റി വേണ്ടത്. ഈ ലവ് ജിഹാദ് എന്ന ശബ്ദം കൊണ്ട് നമ്മൾ എന്താണ് ഉദ്ദേശിക്കുന്നത്, എന്തുണ്ടെന്നാണ് അല്ലെങ്കിൽ എന്തില്ലെന്നാണ് പറയുന്നത്. ഇതാണ് പ്രധാനമായ വിഷയം. ഇത് ഏറ്റവും ഉചിതമായ പദമായതുകൊണ്ടല്ല അത് ഉപയോഗിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ലവ് ട്രാപ്പ് ജിഹാദ് എന്നാണ് പറയേണ്ടത്. പക്ഷെ എളുപ്പത്തിൽ ലവ് ജിഹാദ് പറയുന്നു. പ്രണയം, പ്രണയനാട്യം, വിവാഹം, വിവാഹ വാഗ്ദാനം, ലൈംഗിക ചൂഷണം, ബ്ലാക്ക് മെയിലിംഗ്, ഇതിലൂടെ യുവതി യുവാക്കളെ പടിപടിയായി ഇസ്ലാം മതത്തിലേക്ക് കൊണ്ടുപോവുകയും പിന്നീട് അവരെ മത തീവ്രവാദ മൗലികവാദികളാക്കി മാറ്റുകയും ഇവരിൽ ചിലരെ ഭീകരവാദ പ്രവർത്തനത്തിൽ ഉപയോഗിക്കുകയും ചെയ്യുന്ന ഒരു കോക്കസ് ഇവിടെ ശക്തമായി പ്രവർത്തിക്കുന്നുണ്ട്. ഇതിനെയാണ് ലവ് ജിഹാദ് എന്ന് പറയുന്നത്. ജിഹാദ് എന്ന പദത്തോട് ഉള്ള വിഷയങ്ങളാണ് ഇവർ ഉന്നയിക്കുന്നതെങ്കിൽ ഇസ്ലാം മതത്തിലെ ജിഹാദ് എന്താണെന്ന് അവർ പറയുന്നത് മനസ്സിലാക്കണം. ജിഹാദ് എന്ന പദത്തിന് ഇവർ പറയുന്നത് പരിശ്രമിക്കുക എന്നാണ്. എന്ത് പരിശ്രമിക്കുക? നമ്മൾ വ്യക്തമായി ഖുർആനും ഹദീസുകളും പറയുന്നുണ്ട്. ഒരാൾ ഇസ്ലാമിലേക്ക് കൊണ്ടുപോകാനായിട്ട്, അല്ലെങ്കിൽ ഇസ്ലാമിക രാജ്യം പടുത്തുയർത്താൻ, അല്ലെങ്കിൽ ഇസ്ലാമിക ഭൂരിപക്ഷ പ്രദേശങ്ങളിൽ ശരീഅത്ത് പ്രകാരമുള്ള ഭരണം ഏർപ്പെടുത്താൻ, ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങൾക്ക് വേണ്ടി എല്ലാവിധത്തിലുള്ള പ്രവർത്തനങ്ങളെയും ജിഹാദ് എന്നാണ് പറയുന്നത്. അത് ഇസ്ലാമിൽ മുസ്ലിമിന് നിർബന്ധമാക്കപ്പെട്ട ചര്യയാണ്. നിസ്കാരം, ഹജ്ജ്, റംസാൻ, സക്കാത്ത് എന്നിവയേക്കാൾ പ്രതിഫലം നൽകുന്നതും എല്ലാ പാപങ്ങൾ തീക്കുന്നതും വളരെയധികം പുണ്യഫലങ്ങൾ നൽകുന്നതുമായ ഒന്നായിട്ടാണ് ജിഹാദിനെ വാഴ്ത്തുന്നത്. അപ്പോൾ ലവ് എന്ന പദത്തിനോടെ വിരോധം ഉണ്ടാകേണ്ട കാര്യമുള്ളൂ. ജിഹാദ് എന്ന പദത്തിനോട് വിരോധം ഉണ്ടാകേണ്ട കാര്യമില്ല. കാരണം ഇങ്ങനെ തന്നെ സ്ത്രീപുരുഷ ബന്ധങ്ങളെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് തീവ്രവാദ പ്രവർത്തനത്തിലേക്ക്, ഭീകരവാദ പ്രവർത്തനത്തിലേക്ക് ആളെ തെളിച്ചു കൊണ്ടുപോകുന്ന പദ്ധതിക്ക് തന്നെ പറയുന്നവരെ ലവ് ജിഹാദ്. അതുണ്ടെന്നതിന് എന്താണ് തെളിവെന്ന് ചോദിച്ചാൽ ഒന്ന് നമ്മുടെ അനുഭവങ്ങളാണ്. 5000-ഓളം യുവതി യുവാക്കൾ നമ്മൾ തിരിച്ചു കൊണ്ടുവന്നിട്ടുണ്ട്. അത് ഇസ്ലാമിലേക്ക് പോയ യുവതി യുവാക്കളുമായി ഡയറക്റ്റായി സംസാരിച്ചവരാണ് നമ്മൾ. 95% ഇസ്ലാമിലേക്ക് പോയ യുവതി യുവാക്കളെ സ്വാധീനിച്ചത് ഈ ലവ് ജിഹാദ് തന്നെയാണ്. രാഷ്ട്രീയ വിദ്യാസമാജം പറയുന്നത് കേൾക്കണ്ട. ഇന്ന് ഔദ്യോഗികവും അനൗദ്യോഗികവുമായ മതപ്രവർത്തന കേന്ദ്രങ്ങൾ ഇസ്ലാമിലേക്കുണ്ട്. ഉദാഹരണത്തിന് പൊന്നാനിയിലെ മൗനത്തുൽ ഇസ്ലാം സഭ, കോഴിക്കോട് തർബിയത്തുൽ ഇസ്ലാം, മഞ്ചേരിയിലെ സത്യസരണി, നിരവധി അനൗദ്യോഗിക കേന്ദ്രങ്ങളുമുണ്ട്. ഇവിടെ നിന്ന് ചെന്ന് നോക്കിയാൽ ഇസ്ലാമിലേക്ക് മാറാനായി അപേക്ഷ നൽകിയിരിക്കുന്നവരെ, ഇവിടെ പരിശീലനത്തിന് പങ്കെടുക്കുന്നവരെ, ക്യാമ്പിൽ പങ്കെടുക്കുന്നവർ ശ്രദ്ധിച്ചാൽ 95% കാമുകന് വേണ്ടിയോ ഭർത്താവിന് വേണ്ടിയോ ആണെന്ന് വ്യക്തമാണ് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ ലവ് ജിഹാദ് ഇല്ലെന്ന് ആർക്കാണ് പറയാൻ കഴിയുക? തീവ്രവാദത്തിലേക്ക് ഇവരെ കൊണ്ടുപോകണ്ടോ എന്ന ചോദ്യം പോലും അർത്ഥശൂന്യമാണ്. കാരണം ഇന്ന് 5 പേര് ഈ ലവ് ജിഹാദും അതുമായിട്ട് ബന്ധപ്പെട്ട ഇന്റലക്ട് ജിഹാദായിട്ട് ബന്ധപ്പെട്ട് ഇന്ന് അഫ്ഗാനിസ്ഥാനിൽ പോയതായിട്ട് നമുക്കറിയാം. കേരളത്തിൽ നിന്നും നമ്മുടെ നിമിഷ ഫാത്തിമ, മറിയം, സോണിയ സെബാസ്റ്റ്യൻ, അതിലിവരെ കല്യാണം കഴിച്ച 2 ക്രിസ്ത്യൻ സഹോദരങ്ങൾ, ഇവരൊക്കെ ഈ ലവ് ജിഹാദുമോ അല്ലെങ്കിൽ വിവാഹം വഴി ബന്ധിക്കപ്പെട്ടവരോ ആയിട്ട് തന്നെയാണ് അങ്ങോട്ട് പോയത്. പിന്നെ ലവ് ജിഹാദ് മാത്രമല്ല, അത് ശരിയാണ്, ലവ് ജിഹാദ് മാത്രമല്ല, നിരവധി ഇന്റലക്ച്വൽ ബ്രെയിൻ വാഷിംഗ് രീതിയിലൂടെ നിരവധി യുവതി യുവാക്കളെ ഇസ്ലാമിലേക്ക് കൊണ്ടുപോകുന്നുണ്ട്. പക്ഷെ അങ്ങനെ കൊണ്ടുപോകുന്നവരെ പോലും കല്യാണത്തെ കുടുക്കിയിടാനൊരു ശ്രമം നടത്താറുണ്ട്. അവരോട് പറഞ്ഞത്, നിങ്ങൾ ഇസ്ലാമായിട്ട് ജീവിക്കണമെങ്കിൽ ഒരു തുണ വേണം. ഒരു കല്യാണം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും ഒരാൾക്ക് നിങ്ങളെ തടയാൻ കഴിയില്ല, കോടതിക്കോ സമൂഹത്തിനോ നിങ്ങളൊന്നും ചെയ്യാൻ കഴിയില്ല. അതുകൊണ്ട് കല്യാണം ആലോചിച്ചു കൊള്ളട്ടെ എന്നോട് ചോദിക്കുന്നു. ഇന്ത്യയിലത്തെ ജിഹാദായിട്ട് വന്ന വിട്ട് തന്നെയാണ് വൈക്കത്തെ അഖില. ലവ് ജിഹാദ് ആയിരുന്നില്ല. പക്ഷെ പിന്നീട് അച്ഛനുള്ള തിരിച്ചു കൊണ്ടുവരാൻ ശ്രമിച്ചപ്പോൾ ചില കേന്ദ്രങ്ങൾ ഇവർക്ക് പോപ്പുലർ ഫ്രണ്ട്, SDP കേന്ദ്രങ്ങൾ സംരക്ഷണം കൊടുക്കുന്നു. ആ സംഘടനയുടെ വനിതാ നേതാവായ സൈനബായുടെ സംരക്ഷണത്തിലാണ് അവർ കഴിഞ്ഞത്. കോടതികൾ പോലും അറിയാതെ, മാതാപിതാക്കൾ പോലും അറിയാതെ അവിടെ കല്യാണം നടത്തി കൊടുക്കുന്നു. അതാണ് പിന്നീട് ആ മതത്തിൽ ഉറച്ചു നിൽക്കാൻ അവളെ പ്രേരിപ്പിച്ചത്.
യമനിലേക്ക് പോകാൻ പാസ്പോർട്ടുമായിട്ട് പോയ ഒരു കുട്ടി, ഒരു ചെർപ്പശ്ശേരി സ്വദേശിനി. ആ കുട്ടിയുടെ കേസിൽ ഇത് തന്നെയാണ്. അതും ഇന്റലക്ച്വൽ ജിഹാദാണ്, ബ്രെയിൻ വാഷിംഗ് ജിഹാദാണ്. ആ കുട്ടിയുടെ ഇവർ ഇതേ വാദഗതി ഉന്നയിക്കുന്നു. നിനക്കൊരു കല്യാണം ഉണ്ടെങ്കിൽ മുസ്ലിം പയ്യനെ കല്യാണം കഴിച്ചാൽ നിനക്ക് പിന്നെ ഒന്നും ഭയപ്പെടേണ്ട, ഇസ്ലാമിനനുസരിച്ച് നിനക്ക് ജീവിക്കാം, ആരും ഒന്നും ചോദിക്കില്ല. ആ കുട്ടി ചെറുക്കനെ കാണാൻ സമ്മതിക്കുന്നു. പക്ഷെ വന്ന ചെറുക്കനെ ആ കുട്ടി ഇഷ്ടപ്പെടാത്തത് കൊണ്ട് ആ വിവാഹം നടന്നില്ല. ആ കുട്ടിയെ ആശുവിദ്യാ സമാജമാണ് തിരികെ കൊണ്ടുവന്നത്. ചാനലിലൂടെ അവൾ തുറന്നു പറയുകയുണ്ടായി, അനുഭവം തുറന്നു പറയുകയുണ്ടായി. നാറ്റുകാർ ട്രസ്റ്റി ദിബ്ദു സമ്പത്തിൻ്റെ മകൾ ഇപ്പോൾ അഫ്ഗാൻ ജയിലിൽ കഴിയുന്ന നിമിഷ ഫാത്തിമയുടെ കാര്യം എടുത്താലും ഇത് കാണുവാൻ കഴിയും. നിമിഷയെ ഫാത്തിമയാക്കിയത് ലവ് ജിഹാദാണ്. ഒരാൾ പ്രേമിച്ച് ആണ് അവളെ കൊണ്ട് കൊണ്ടുപോയത്. അപ്പോൾ അയാൾക്ക് വേണ്ടിയാണ് മതം മാറിയത്. പക്ഷെ ഇവൾ ഇസ്ലാമിൽ ഉറച്ചൊന്ന് ബോധ്യപ്പെട്ട് കഴിഞ്ഞ് ഈ പയ്യൻ അപ്രത്യക്ഷനാവും. ഇവൾ പിന്നെ ഒരു ക്രിസ്തുമതത്തിൽ നിന്ന് മതം മാറി ഇസ്ലാമിലേക്ക് മതം മാറിയ ഒരാളെ കൊണ്ട് വിവാഹം കഴിപ്പിക്കുന്നത് ഈ മതപരിവർത്തന കേന്ദ്രങ്ങൾ തന്നെയാണ്. അതിനുശേഷം പൂർണ്ണ ഗർഭിണിയായിരിക്കുമ്പോൾ യമനിലേക്ക് ഉപരിപഠനത്തിനെന്ന രീതിയിൽ ശ്രീലങ്ക വഴി കടന്നത് ചെന്നെത്തിയത് IS ക്യാമ്പിലാണ്. മറിയത്തിൻ്റെ കേസിൽ ഇത് തന്നെയാണ്. അവരെ കല്യാണം കഴിച്ചത് ഈ പറയുന്ന നിമിഷയെ കല്യാണം കഴിച്ച ആളുടെ സഹോദരനാണ്. അത് ഇസ്ലാമിലേക്ക് മതം മാറിയ ആളാണ്. അത് വിവാഹത്തോട് കുരുക്കിയിടുകയാണ്. അതുപോലെ കാസർഗോഡ് നിന്ന് പോയ സോണിയ സെബാസ്റ്റ്യൻ്റെ കേസ് ഇങ്ങനെ തന്നെയാണ്. ഇങ്ങനെ കൊണ്ടുപോകുന്ന പ്രവണത 5 എണ്ണമെങ്കിലും നമ്മുടെ മുമ്പിലില്ലേ? ഇതൊക്കെ നമ്മുടെ മുമ്പിലുള്ളപ്പോൾ നമ്മൾ ഉന്നയിക്കുന്ന ലവ് ജിഹാദ് എന്നുള്ള ആശയം ഇല്ലെന്ന് പറയാനാ എങ്ങനെയാണാവുക? KT ശങ്കരൻ്റെ വിധിന്യായത്തിലെ പരാമർശങ്ങളുണ്ട്. ലവ് ജിഹാദ് ഇല്ല എന്ന് കോടതി പറഞ്ഞു എന്നൊക്കെയാണ് പറയുക. ലവ് ജിഹാദ് എന്ന പ്രസ്ഥാനം പ്രവർത്തിക്കുന്നുണ്ടോ എന്നുള്ള ചോദ്യത്തിന് മറുപടിയായി ലവ് ജിഹാദ് എന്ന പേര് പ്രസ്ഥാനം പ്രവർത്തിക്കുന്നില്ലെന്നുള്ള ഉത്തരമാണ് പോലീസ് കൊടുത്തത്. അത് ശരിയാണ്. ലവ് ജിഹാദ് എന്ന പേരിലൊരു സംഘടന പ്രവർത്തിക്കുന്നുണ്ടെന്നോ ഈ മതം മാറ്റത്തിനെല്ലാം അങ്ങനെ നിറവർ കൊടുക്കുന്നുണ്ടെന്നോ ആരോ പറഞ്ഞിട്ടില്ല. ഏതായാലും വിവാഹ വാഗ്ദാനം അല്ലെങ്കിൽ പ്രണയത്തിന് വേണ്ടി മതം മാറുന്നുണ്ടെന്നുള്ളത് ഉമ്മൻചാണ്ടി തന്നെ, ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയായ ഉമ്മൻചാണ്ടി തന്നെ KK ലതികയുടെ ചോദ്യത്തിന് ഉത്തരമായിട്ട് നിയമസഭ സമ്മതിച്ച കാര്യമാണ്. വിവാഹത്തിലൂടെ അല്ലെങ്കിൽ ചതിയിലൂടെ യുവതിയുവാക്കളെ മതം മാറ്റി ഇസ്ലാമിലേക്ക് കൊണ്ടുപോവുകയും അവർ ചിലരെ ഭീകരവാദത്തിൽ ഉപയോഗിക്കുകയും ചെയ്യുന്ന പ്രതിഭാസത്തിന് എന്ത് പേര് കൊടുത്താൽ ആ പ്രതിഭാസം ശക്തമായിട്ടുണ്ട്. സ്ത്രീയും പുരുഷനും തമ്മിലുള്ള ഒരു ബന്ധമാണ് നടക്കുന്നതെന്നാണ് വാദം. അങ്ങനെയാണെങ്കിൽ കേരളത്തിൽ അതിൻ്റെ പെർസെൻറ്റേജ് ഏകദേശം ഒരുപോലെ ആവണ്ടേ? ഇപ്പോൾ ഹിന്ദുക്കൾ മുസ്ലിങ്ങളെയോ ക്രിസ്ത്യാനികളെയോ പ്രേമിച്ച് വിവാഹം കഴിക്കാറുണ്ട്. ക്രിസ്ത്യാനികൾ അങ്ങനെ ചെയ്യാറുണ്ട്, മുസ്ലിങ്ങൾ അങ്ങനെ ചെയ്യാറുണ്ട്. പക്ഷെ ഇത് വളരെ വലിയ പെർസെൻറ്റേജാണ് കാണുന്നത്. ഇതിന് ഒരു സ്ത്രീയും പുരുഷനും തമ്മിലുള്ള ബന്ധമാണെങ്കിൽ അവരാണ് ഇതിൻ്റെ കക്ഷികളാവേണ്ടത്. പക്ഷെ സംഘടന, കേരളത്തിൽ വളരെയധികം സ്വാധീനമുള്ള ഒരു സംഘടന, അതിന് സാമ്പത്തിക ശക്തിയും ആൾബലവും സ്വാധീനവുമെല്ലാം മനുഷ്യാവകാശ സ്ത്രീപക്ഷ സംഘടനകളെല്ലാം കൂട്ടിപ്പിടിച്ചുകൊണ്ട് ഇടപെടുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഇപ്പോൾ ഇസ്ലാമിലേക്ക് മതം മാറാനെന്ന വീട്ടിൽ ഇറങ്ങുന്ന യുവതി യുവാക്കളെ വീട് വിട്ടിറങ്ങുന്നതിന് മുമ്പ് ഏത് കത്താണ് എങ്ങനെ എഴുതി വയ്ക്കുന്നത് അവരെ പഠിപ്പിക്കുന്നു. അതുപോലെ അവരവിടെ നിന്ന് ഇറക്കി കഴിഞ്ഞിട്ട് അവരെ കൊണ്ടുപോകാൻ വാഹനങ്ങൾ ഇവർ അയക്കുന്നു. ദിവസങ്ങളോളം ഷെൽട്ടറുകൾ ഒരുക്കുന്നു. കോടതിയിൽ ഹാജരാക്കുന്നതിന് മുമ്പ് ഇന്റർവ്യൂ കൊടുപ്പിക്കും. ചെറുക്കിന് സാമ്പത്തിക സഹായം കൊടുക്കുന്നു, വാഹനങ്ങൾ കൊടുക്കുന്നു, മതം മാറ്റ കേന്ദ്രത്തിൽ കൊണ്ടുപോകാനുള്ള സഹായം കൊടുക്കുന്നു, കോടതി നിയമസഹായം ഏർപ്പെടുത്തി കൊടുക്കുന്നു, മാതാപിതാക്കളെയും സഹോദരങ്ങളെയും ഭീഷണിപ്പെടുത്താൻ ഇവർ തയ്യാറാകുന്നു. അതുപോലെ തന്നെ നമുക്കറിയാമല്ലോ, അഖില എന്ന് പറയുന്ന കുട്ടിയെ മാതാപിതാക്കളുടെ സംരക്ഷണത്തിലാക്കുന്ന രീതിയിൽ ഒരു വിധി പ്രഖ്യാപിച്ചു ഹൈക്കോടതി. മുസ്ലിം ഐക്യവേദി എന്നുള്ള ബാനറിൽ ഏതാണ്ട് ഒട്ടുമിക്കാലും മുസ്ലിം സംഘടനകളുടെ പ്രധാനപ്പെട്ട നേതാക്കന്മാരെല്ലാം അണിനിരന്നുകൊണ്ട് ഹൈക്കോടതിയിലേക്ക് മാർച്ച് നടത്തി. ഇവരുടെയൊക്കെ കേസ് നടത്താൻ വേണ്ടി 15 മിനിറ്റിനകം 87 ലക്ഷം രൂപ പിരിച്ചുവെന്നാണ് പോപ്പുലർ ഫ്രണ്ടിന്റെ പ്രമുഖ നേതാവ് പരസ്യമായി പ്രഖ്യാപിച്ചത്. സ്ത്രീയും പുരുഷനും തമ്മിലുള്ള ഒരു ബന്ധം മാത്രമാണോ ഇത്? അങ്ങനെ സംഘടന ഇടപെടുന്നത് എന്തിനാണ്? സ്ത്രീ പുരുഷ ബന്ധം പ്രണയം മാത്രമാണ്. എന്തിനാണ് CD-കൾ സക്കീർ നായിക്കിൻ്റെയും അക്ബറിൻ്റെയൊക്കെ CD-കളും പെൻഡ്രൈവും ഒക്കെ വിതരണം ചെയ്യുന്ന രീതിയിൽ പോകുന്നത് എന്താണ്? ഇനി കല്യാണം മാത്രമാണ്, എന്തിനാണ് ഈ നിമിഷ ഫാത്തിമയും മറിയമും സോണിയ സെബാസ്റ്റ്യനും ബക്സനും യാഹിയൊക്കെ എന്തിനാണ് സിറിയയിലേക്ക് പോയത്? അപ്പം അതൊക്കെ മുന്നിൽ നിൽക്കുമ്പോൾ ഇതിന് വെറും ഒരു സ്ത്രീ പുരുഷ പ്രണയബന്ധം മാത്രമായിട്ട് ലളിതവൽക്കരിക്കുന്നത് തെറ്റാണ്, മിതമായി പറയാൻ തെറ്റാണ്.